നിന്ന് ആരൊക്കെയാണോ കാശ് വാങ്ങിയത് ആ കാശ് മൂല്യം അതുപോലെ തിരിച്ചു കൊടുക്കുക. കാലം മുന്നോട്ട് പോകുമ്പോൾ വേരിയേഷൻ വരും, അത് മനുഷ്യർ സഹിക്കണം എന്നാണ്. ഇന്ന് 100 രൂപ, നാളെ 100 തിരിച്ചു വരുമ്പോൾ നാളെ 100 110ന്റെ മൂല്യമുണ്ടായിരിക്കാം. ആ വ്യത്യാസം മനുഷ്യന് വേണ്ടി സഹിക്കാൻ തയ്യാറാകണം. ചൂഷണം ചെയ്യരുത് മനുഷ്യനെ. ഗതികേട് കൊണ്ടല്ലേ കടം ചോദിക്കുന്നത്? മനുഷ്യത്വം നിലനിൽക്കണമെന്നാണ് ഇസ്ലാം പറയാ. അധ്വാനിക്കാതെ മേയും കയ്യും അനങ്ങാതെ ഉള്ള പൈസയെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ പരിപാടി അത് ബാങ്ക്രപ്സിയാണ്. സാമ്പത്തികമായ അരാജകത്വം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇസ്ലാം പലിശ പാടില്ലെന്ന് പറഞ്ഞത്. മനുഷ്യനെ സഹായിക്കണം, ചൂഷണം ചെയ്യരുത്. പലിശ എന്നത് ചൂഷണമാണ്. അതുകൊണ്ട് ജാഹിലിയ കാലങ്ങളിൽ തുടർന്നു പോന്നിരുന്ന പലിശകളിൽ ആദ്യത്തെ പലിശ ഞാൻ അസാധുവായി പ്രഖ്യാപിക്കുന്നത് എൻ്റെ കുടുംബക്കാരനും എൻ്റെ പിതാവിൻ്റെ അനിയനുമായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പലിശ ഏർപ്പാടുകളാണ്. മൂല്യം എത്രയാണോ നിങ്ങൾ വാങ്ങിച്ചത് അത് തിരിച്ചു കൊടുക്കുക. പലിശ നിങ്ങൾ കൊടുക്കേണ്ടതില്ല. നിങ്ങളാരും ഇതുവരെ ചെയ്ത ഏർപ്പാടുകളിൽ നിങ്ങളുടെ മൂലധനം നിങ്ങൾക്ക് തിരിച്ചു വാങ്ങിക്കാം. എന്നാൽ 1 കൊല്ലം കഴിഞ്ഞാൽ ഇത്ര ശതമാനം കൂടുതൽ, 10 കൊല്ലം കഴിഞ്ഞാൽ ഇത്ര കൂടുതൽ, ഇങ്ങനെ പറഞ്ഞ് മനുഷ്യന്റെ കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ബാങ്കുകളിൽ കൊണ്ടുപോയി വെച്ചതിന്റെ പേരിൽ ഒന്ന് ഉറങ്ങാൻ പറ്റാത്ത എത്ര വീട്ടുകാർ നമ്മുടെ നാടുകളിലുണ്ട്. 2 ലക്ഷം രൂപയായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. തിരിച്ചടക്കാൻ പറ്റാത്തത് 10ഉം 20ഉം 50ഉമായിട്ട് ഒരു മനുഷ്യന്റെ ചങ്കിന് മുറുക്കി പിടിച്ച് ഒന്ന് ഉറങ്ങാനും ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാതെ കയ്യിലുള്ള എല്ലാം നഷ്ടപ്പെടുന്ന വിധം പലിശയുടെ കരാള ഹസ്തങ്ങളിലേക്ക് പാവപ്പെട്ടവന്റെ ജീവിതം ഞെരിഞ്ഞമരുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനം ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനമാണിത്. ഹബീബിടെ പറയുന്നത്, ഞാൻ പോവാണ്, എൻ്റെ മോള് ഫാത്തിമയെ നിങ്ങൾ നോക്കണേ, എൻ്റെ ഭാര്യമാർ ആയിഷ ബീവി അടക്കമുള്ളവര് അവർക്ക് വരുമാനമില്ല കേട്ടോ, നിങ്ങൾ അവരെ തിന്നാൻ കൊടുക്കണേ. ഇതൊന്നും തങ്ങൾ പറഞ്ഞില്ലല്ലോ. തങ്ങൾ പറഞ്ഞത് മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയാണ്. അതാണ് ഹബീബിന്റെ ക്വാളിറ്റി. മനുഷ്യർക്ക് വേണ്ടിയാണ് ഹബീബി പറഞ്ഞ വാക്കുകളൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു അന്ത്യപ്രഭാഷണം ചെയ്തുകൊണ്ടാണ് അറഫാ മരുഭൂമിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇസ്ലാം നിങ്ങൾക്ക് പരിപൂർണമാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് മേൽ ഞാൻ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇസ്ലാം അനുവദിച്ചത് നമുക്ക് ഗുണമുള്ളത് തന്നെയാണ്. ഇസ്ലാം നമ്മളോട് വേണ്ടെന്ന് പറഞ്ഞത് നമുക്കും സമൂഹത്തിനും ഉപദ്രവമുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസമുള്ളത്? ആ ദീൻ മൻ റദിയ ബില്ലാഹി റബ്ബ, അല്ലാഹുവിന്റെ റബ്ബാണെന്ന് പൊരുത്തപ്പെടുകയും വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാം ദീനാണെന്ന്, വബി മുഹമ്മദിൻ നബിയ, പുണ്യ നബി തങ്ങൾ നമ്മുടെ റസൂലാണെന്ന് പൊരുത്തപ്പെടുകയും ചെയ്താൽ ഒരു മനുഷ്യന് ഈമാനിന്റെ മധുരമറിയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.